അമേരിക്കയുടെ അതിശക്തമായ ഉപരോധങ്ങളെയും നാവിക നിരീക്ഷണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിൽ നിന്നുള്ള ഭീമൻ എണ്ണക്കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയെന്ന വാർത്ത പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള എണ്ണ വിപണിയിലും വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ കർശനമായ നിയന്ത്രണങ്ങളെ മറികടന്ന് ഹ്യൂജ് എന്നറിയപ്പെടുന്ന വെരി ലാർജ് ക്രൂഡ് കാരിയർ ഏഷ്യ പസഫിക് മേഖലയിൽ എത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് കപ്പലുകളിലൊന്നായ ഇതിന്റെ യാത്ര അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 1.9 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പലിന് അന്താരാഷ്ട്ര വിപണിയിൽ $220 ദശലക്ഷം വില വരും. ടാങ്കർ ട്രാക്കേഴ്സ്.com പോലുള്ള അന്താരാഷ്ട്ര കപ്പൽ നിരീക്ഷണ ഏജൻസികളാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. ഉപഗ്രഹങ്ങളുടെയും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് ഇത്രയും വലിയൊരു കപ്പൽ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചു എന്നത് സൈനിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കർശനമായ കാവലുള്ള മേഖലയിലൂടെയാണ് ഈ കപ്പൽ സുരക്ഷിതമായി കടന്നുപോയത്. തങ്ങളുടെ നീക്കങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ വളരെ തന്ത്രപരമായ മാർഗങ്ങളാണ് ഈ ഇറാനിയൻ കപ്പൽ സ്വീകരിച്ചത്. യാത്രയുടെ ഭൂരിഭാഗം സമയവും കപ്പലിലെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്തു വയ്ക്കുകയായിരുന്നു. കപ്പലുകളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ സിഗ്നലുകൾ ഇല്ലാതാകുന്നതോടെ സമുദ്രത്തിലെ നിഴൽ കപ്പലായി മാറാൻ ഹ്യൂജിന് സാധിച്ചു. ഇത് ആഗോള നിരീക്ഷണ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ശ്രീലങ്കൻ തീരത്തിന് സമീപമാണ് ഈ കപ്പൽ അവസാനമായി നിരീക്ഷിക്കപ്പെട്ടത്. അവിടെ നിന്നും പിന്നീട് ഇന്തോനേഷ്യയിലെ ലോംബോക് കടലിടുക്ക് ലക്ഷ്യമാക്കിയാണ് കപ്പൽ നീങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാധാരണയായി കപ്പലുകൾ ഉപയോഗിക്കുന്ന തിരക്കേറിയ പാതകൾ ഒഴിവാക്കി കൂടുതൽ സുരക്ഷിതമായ മറ്റു വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇറാൻ ഈ വിജയം കൈവരിച്ചത്. അമേരിക്കയുടെ ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാൻ രൂപീകരിച്ച ഷാഡോ ഫ്ലീറ്റ് സംവിധാനത്തിന്റെ കരുത്താണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടഞ്ഞുവെന്നാണ് വാഷിംഗ്ടൺ അവകാശപ്പെടാറുള്ളത്. എന്നാൽ തങ്ങളുടെ എണ്ണക്കപ്പലുകൾ ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതർ തിരിച്ചടിക്കുന്നു. അമേരിക്കയുടെ നാവിക ഉപരോധം വെറും കടലാസ് പുലിയാണെന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ ആർക്കും കഴിയില്ലെന്ന സന്ദേശമാണ് ഈ വിജയകരമായ യാത്രയിലൂടെ അവർ നൽകുന്നത്. അതേസമയം ഉപരോധങ്ങൾ കർശനമായി തന്നെ നടപ്പിലാക്കുന്നുണ്ടെന്നാണ് US ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക നിലപാട്. ഇറാന്റെ ഭൂരിഭാഗം കപ്പലുകളെയും തടയാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നും പല കപ്പലുകളും യാത്ര പൂർത്തീകരിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വരുന്നുണ്ടെന്നും അവർ വാദിക്കുന്നു. എന്നാൽ ഹ്യൂജ് പോലുള്ള കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അമേരിക്കയുടെ ഈ വാദങ്ങളുടെ മുനയൊടിക്കുന്നു. നാവികസേനയുടെ നിരീക്ഷണ വലയങ്ങളിൽ ഇപ്പോഴും വിള്ളലുകൾ ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മേൽനോട്ടത്തിലാണ് ഇത്തരം ദൗത്യങ്ങൾ നടക്കുന്നത്. കടലിലെ പോരാട്ടത്തിലും ഒളിച്ചുകളിയിലും തങ്ങൾക്കുള്ള വൈദഗ്ധ്യം അവർ ഓരോ തവണയും തെളിയിക്കുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ നിലയുറപ്പിച്ചിട്ടും അവയുടെ മൂക്കിന് താഴെ കൂടി എണ്ണക്കടത്ത് നടത്തുന്നത് ഒരു യുദ്ധവിജയമായാണ് ടെഹ്റാൻ ആഘോഷിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ആഗോള എണ്ണ വിപണിയിൽ ഇറാന്റെ ഈ നീക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. നിയമവിരുദ്ധമെന്ന് അമേരിക്ക മുദ്രകുത്തുന്ന ഈ എണ്ണക്കടത്ത് യഥാർത്ഥത്തിൽ പല ഏഷ്യൻ രാജ്യങ്ങളുടെയും ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നുണ്ട്. കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കുന്നതിനാൽ പല രാജ്യങ്ങളും ഇറാന്റെ ഈ നിഴൽ കപ്പലുകളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇത് അമേരിക്കയുടെ ഉപരോധ നയങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. സമുദ്ര സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം IS സിഗ്നലുകൾ ഓഫ് ചെയ്തുള്ള ഇത്തരം യാത്രകൾ വലിയ അപകട സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. മറ്റ് കപ്പലുകളുമായി കൂട്ടിയിടിക്കാനോ അല്ലെങ്കിൽ സമുദ്ര അപകടങ്ങൾ ഉണ്ടാകാനോ ഇത് കാരണമായേക്കാം. എന്നാൽ അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇറാൻ ഇത്തരം റിസ്കുകൾ എടുക്കാൻ നിർബന്ധിതരാകുകയാണ്. ഇതൊരു വലിയ സൈനിക നീക്കം പോലെ അതീവ രഹസ്യമായാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ എണ്ണ കയറ്റുമതി അല്ലാതെ അവർക്ക് മറ്റു വഴികളില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ ഇത്തരത്തിൽ ഉപരോധം ലംഘിച്ച് പുറപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കുന്തോറും അത് മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ഇറാൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും. ഇത് കടലിലെ ഒരു വലിയ അദൃശ്യ യുദ്ധമായി മാറിക്കഴിഞ്ഞു.
ലോംബോക് കടലെടുക്ക് വഴി ഏഷ്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തിക്കാൻ ഇറാന് എളുപ്പമാകും. അമേരിക്കൻ സ്വാധീനം കുറഞ്ഞ മേഖലകളിലൂടെയുള്ള ഈ യാത്ര ഇറാന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു. $220 മില്യൺ ഈ ഇടപാട് ഇറാന്റെ തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആശ്വാസമാകും. ആഭ്യന്തരമായി ഭരണകൂടത്തിന് ജനപിന്തുണ ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അത്യാവശ്യമാണ്. അമേരിക്കൻ ഭരണകൂടം ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ ഉപരോധങ്ങൾ ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെയും അവയ്ക്ക് സഹായം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെയും കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ പ്രായോഗികമായി ഇത്തരം ഷാഡോ കപ്പലുകളെ തടയുക എന്നത് അതീവ ദുഷ്കരമായ കാര്യമാണ്. കടലിലെ ഈ പോരാട്ടത്തിൽ സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി ബുദ്ധിപരമായ നീക്കങ്ങൾക്കാണ് മുൻതൂക്കം. ഇറാന്റെ ഈ വിജയം മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ എങ്ങനെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാം എന്നതിൻ്റെ ഉദാഹരണമായി ഇതിനെ പലരും കാണുന്നു. ഉപരോധം എന്നത് ഒരു രാജ്യത്തെ പൂർണ്ണമായും തളർത്താനുള്ള ആയുധമല്ലെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കപ്പൽ യാത്രയും അമേരിക്കയുടെ ആഗോളാധിപത്യത്തിനുള്ള വെല്ലുവിളിയാണ്. വരും ആഴ്ചകളിൽ ഹോർമൂസ് കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും സംഘർഷം വർദ്ധിക്കാൻ ഈ സംഭവം കാരണമായേക്കാം. അമേരിക്ക തങ്ങളുടെ നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും കൂടുതൽ വിന്യസിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ സൈനിക കപ്പലുകളെയും അകമ്പടിയായി അയച്ചേക്കാം. ഇതോടെ ബാൾട്ടിക് കടലിലെ പോലെ തന്നെ പശ്ചിമേഷ്യൻ കടലിലും യുദ്ധക്കപ്പലുകൾ വാണിജ്യ കപ്പലുകൾക്ക് കാവൽ നിൽക്കുന്ന സാഹചര്യം സംജാതമാകും. ആഗോള എണ്ണ വിതരണ ശൃംഖലയെ സംബന്ധിച്ചിടത്തോളം ഈ അസ്ഥിരത നല്ലതല്ല. എങ്കിലും ഇറാന്റെ എണ്ണ വിപണിയിൽ എത്തുന്നതോടെ വില നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കും. അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് ഈ സംഭവം വലിയൊരു തിരിച്ചടിയാണ്. ചർച്ചകളിലൂടെ ഇറാനെ ഒതുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാമ്പത്തികമായെങ്കിലും അവരെ തളർത്താമെന്ന മോഹമാണ് ഇപ്പോൾ പൊലിഞ്ഞു പോകുന്നത്. ഇറാന്റെ കൈവശമുള്ള കപ്പലുകളുടെ എണ്ണവും അവയുടെ നീക്കങ്ങളും ഇപ്പോഴും നിഗൂഢമാണ്. ഹ്യൂജ് എന്നത് ഒരു തുടക്കം മാത്രമാണെന്നും ഇത്തരത്തിൽ 10ഓളം കപ്പലുകൾ ഇപ്പോൾ സമുദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉപരോധം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള അമേരിക്കയുടെ കരുത്ത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. ഈ യാത്രയുടെ വിജയം ഇറാന്റെ സഖ്യകക്ഷികൾക്കും വലിയ ആവേശം നൽകുന്നുണ്ട്. അമേരിക്കൻ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ തുടരാമെന്ന സന്ദേശം അവർക്ക് ലഭിക്കുന്നു. പശ്ചിമേഷ്യയിലെ പ്രതിരോധ നിര ഈ വിജയത്തെ അമേരിക്കയുടെ പരാജയമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. കടലിലെ ഈ കരുനീക്കങ്ങൾ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ്. ഇന്തോനേഷ്യൻ തീരത്ത് കപ്പലെത്തിയതോടെ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ സാധ്യത കുറഞ്ഞു. ഓരോ രാജ്യത്തിൻ്റെയും കടലതിർത്തികൾക്കുള്ളിൽ വെച്ച് കപ്പലുകളെ പിടിച്ചെടുക്കുന്നത് നയതന്ത്ര പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ പഴുതുകൾ കൃത്യമായി മനസ്സിലാക്കിയാണ് ഇറാൻ തങ്ങളുടെ കപ്പൽപാതകൾ നിശ്ചയിക്കുന്നത്. ബുദ്ധിപരമായ ഈ ആസൂത്രണം ഇറാന്റെ നാവിക വിഭാഗത്തിന്റെ മികവ് വെളിപ്പെടുത്തുന്നു. ഈ എണ്ണക്കടത്ത് വെറുമൊരു കച്ചവടമല്ല, ഇതൊരു രാജ്യത്തിന്റെ അതിജീവനമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയെ പട്ടിണിക്കിടാൻ ശ്രമിക്കുമ്പോൾ അവർ കണ്ടെത്തുന്ന ബദൽ മാർഗങ്ങളാണിത്. ഹ്യൂജ് എന്ന കപ്പൽ ഒരു പ്രതീകമാണ്. അമേരിക്കൻ അധിനിവേശത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാനിയൻ പോരാട്ട വീര്യത്തിന്റെ പ്രതീകം. വരും മാസങ്ങളിൽ സമുദ്രത്തിൽ ഇത്തരം കൂടുതൽ പ്രകടനങ്ങൾ നമുക്ക് കാണാനാകും. പശ്ചിമേഷ്യയിലെ സംഘർഷം മുറുകുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പുതിയ ഉപരോധങ്ങളോ അല്ലെങ്കിൽ സൈനികമായ തിരിച്ചടികളോ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. എങ്കിലും തങ്ങളുടെ ലക്ഷ്യം കൈവരിച്ച ആത്മവിശ്വാസത്തിൽ ഇറാൻ മുന്നോട്ട് തന്നെ പോകും. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ എണ്ണക്കപ്പലിന്റെ അടുത്ത നീക്കത്തിലേക്കും അതിനോടുള്ള അമേരിക്കയുടെ പ്രതികരണത്തിലേക്കുമാണ്.